ഞാൻ ഇന്നലെ പൃഥ്വിരാജിന്റെ ഖലീഫ മൂവി കണ്ടു. കുറച്ച് ഡിലേ ആയി പോയി. കുറെ പേര് നെഗറ്റീവ് റിവ്യൂസ്, കുറെ ക്രിയേറ്റേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും മൂവി റിവ്യൂസും എല്ലാവരും ഇതിനെക്കുറിച്ച് നെഗറ്റീവാണ് പറയുന്നത്. ഒരു മൂവി ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു നമ്മളെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കും കാണണം എന്തൊക്കെയാണ് ഇവർ പറയാനുള്ള കാരണമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കണ്ടു ഇന്നലെ. അപ്പോൾ ഇതിൽ കുറെ പേര് ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, വൈശാഖിന്റെ ഡയറക്ഷൻ പോരാ, നമ്മുടെ റൈറ്ററിന്റെ സ്റ്റോറി എന്താ ജാംബുവാന്റെ കാലത്തുള്ള സ്റ്റോറിയാണെന്നാണ്. അപ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ എല്ലാവർക്കും മൂവി കാണാം, എല്ലാവർക്കും അഭിപ്രായം പറയാം. ഇതൊരു ഗോൾഡ് സ്മഗ്ലറിന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര പിന്നിലേക്ക് നോക്കിയാലും ഒരേ ലൈനപ്പ് തന്നെയാണ്, ഒരേ സ്റ്റോറി ലൈൻ ഉണ്ടാവുള്ളൂ. അതിൽ എന്ത് വ്യത്യസ്തത കൊണ്ടുവരണം എന്നതാണ് ആ ഡയറക്ഷൻ, ആ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവ്. ആ കഴിവ് ഞാൻ ഇവിടെ കണ്ടു. കാരണം ഈ പടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒരേ ഒരാള്, പൃഥ്വിരാജ്. ആ പൃഥ്വിരാജ് വരുമ്പോൾ ആ ഒരു ഓറ ഉണ്ടല്ലോ, ആ പൃഥ്വിരാജിന്റെ ലുക്ക്, ആ ഓരോ സീനിലും അവന്റെ ഡ്രസ്സിങ്ങിന് ആ സ്റ്റൈല്, അതന്നെ കിണ്ണം കാച്ചി കിട്ടും. പിന്നെ നമ്മുടെ ജാക്സ് ബിജോയുടെ മ്യൂസിക്, അതാണ് ഇതിൻ്റെ ചില സിനിമയിൽ കാട്ടാനിലൊക്കെ എന്താ വരാതാണ് വരുത്തിച്ചെന്ന് ചോദിച്ചു. പക്ഷെ അവന്റെ ഇതിലുള്ള മ്യൂസിക് ഓക്കെ ഗൈസ്, ആ BGM അതേപോലെ പൃഥ്വിരാജ് നടന്നു വരുമ്പോൾ ആ സാധനമാണ് ഇതിൽ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആ മ്യൂസിക് ഇങ്ങനെ കടന്നിങ്ങനെ തിരിഞ്ഞു. കാരണം അത്രയും ഓവറിങ് കാര്യങ്ങൾ, ആ മ്യൂസിക് അത്രയും ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു ലാഗ് പോലും ഈ പടത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ നല്ല പെർഫെക്റ്റ് എൻഡിങ്, പെർഫെക്റ്റ് ക്ലൈമാക്സ്, പെർഫെക്റ്റ് സ്റ്റോറി ലൈൻ. എന്നിട്ടും എന്തുകൊണ്ട് ഈ പടം ഫ്ലോപ്പായി അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ചില ആൾക്കാർ പൃഥ്വിരാജിനെ താഴ്ത്തിക്കൊണ്ടുപോകണമെന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട്. നല്ലത് കണ്ടാൽ നല്ലത് പറയണം, ചീത്ത കണ്ടാൽ ചീത്ത പറയും. അപ്പോൾ എല്ലാവരും എന്നോട് കുറിച്ച് പറയും, ആദർശ് പെയ്ഡ് റിവ്യൂവറാണ്, ആദർശിൻ്റെ റിവ്യൂസൊക്കെ എല്ലാ പടങ്ങളും നല്ലതാണെന്ന്. നല്ലത് കണ്ടാൽ നല്ലത് പറയും, നല്ലത് കണ്ടില്ലെങ്കിൽ നല്ലത് പറയില്ല. അതേപോലെ മോഹൻലാലിൻ്റെ ക്യാമിയോയും ടോവിനോ തോമസിനെ. അപ്പോൾ ഈ രണ്ട് പേര് പറയാൻ കാരണം, മോഹൻലാലിൻ്റെ ഓൾറെഡി സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ടോവിനോൻ്റെ പടം ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അവർ, അതായത് സിനിമാക്കാർ തന്നെ അവൻ്റെ പോസ്റ്റർ ഇട്ടു കഴിഞ്ഞു. അപ്പോൾ അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, റോളുണ്ടായില്ല. പിന്നെ ഖലീഫ 2 ഒരു മൂവി പ്ലോട്ടായിട്ടാണ് അവർ വെച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഈ മൂവിയിലുണ്ട്. അല്ലാണ്ട് നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കൂ. അല്ലെങ്കിൽ OTT ഇറങ്ങിയിട്ട് പറയും, സൂപ്പറായിരുന്നു. അതിലൊന്നും കാര്യമില്ല. ചില സാധനങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, അവിടെ തന്നെ ആസ്വദിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.